എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മാളികപ്പുറം സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോയും ഒക്കെ ആയിട്ടാണ്. അപ്പം ആരെങ്കിലും കൂട്ടുകാരെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഉണ്ണിമോളുടെയും അയ്യപ്പസ്വാമിയുടെയും കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ അനുവിന്റെ കല്യാണം എന്തായാലും ഇപ്പൊ പൈസയൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നടത്താമെന്നുള്ള ആ ഒരു വിചാരത്തിൽ അച്ഛനങ്ങ് അഹങ്കരിക്കുകയാണ്. പക്ഷെ ഭഗവാന്റെ അടുത്താണ് ഈ കളി കളിക്കുന്നത് എന്നുള്ള കാര്യം പുള്ളിക്കാരൻ ഓർക്കുന്നില്ല. തിരുമേനി പറഞ്ഞതനുസരിച്ച് ആ കുട്ടികളെ നല്ല രീതിയിലൊന്ന് ട്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പൊ ഇങ്ങനെയുള്ളൊരു അനർത്ഥങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു കേട്ടോ. അപ്പം പണപ്പെട്ടി നോക്കുന്ന ആ അച്ഛൻ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാല് പണം വെച്ചെടുത്ത് ആ ഒരു പെട്ടിയും ഇല്ല, പൈസയും ഇല്ല, ഇല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ്. അപ്പൊ പുള്ളിക്കാരൻ പെട്ടെന്ന് ടെൻഷനാകുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ പോലീസിൽ വിവരം അറിയിക്കണം എന്നുള്ള കാര്യം ഭാര്യയും പറയാണ്. അങ്ങനെ പോലീസിനെ വിവരം അറിയിക്കുന്ന സമയത്താണെങ്കിലും പോലീസുകാര് വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ ആദ്യം ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനോട് കൂടി തന്നെ നമ്മുടെ വീണക്കുട്ടിയുടെ അച്ഛൻ, അപ്പൊ പുള്ളിക്കാരൻ ഫുൾ ടൈം വെള്ളമാണല്ലോ, അതുകൊണ്ട് തന്നെ ആളെ ഒന്ന് പിടിച്ച് കൊടയാണ്. അപ്പം ഇങ്ങേറെങ്ങാനും ആയിരിക്കും. എന്തായാലും നമ്മുടെ അമ്മാവനാണെങ്കിലോ വീണയുടെ അച്ഛനെതിരാണ്. ഇങ്ങനെയൊക്കെ വെള്ളം അടിച്ച് നടക്കുന്നതൊന്നും പുള്ളിക്കാരന് തീരെ ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവനായിരിക്കും കുടിക്കാൻ വേണ്ടിയിട്ട് എങ്ങാനും എടുത്തതായിരിക്കും. എന്നാലും എൻ്റെ പൊന്നു മോനെ, 1 കോടി രൂപയല്ലടാ നീ അടിച്ചു മാറ്റിയത് എന്നൊക്കെ പറഞ്ഞ് വീണയുടെ അച്ഛനെ കള്ളനാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ആ സമയത്താണെങ്കിലോ നമ്മുടെ വീണയുടെ അച്ഛൻ പറയുന്നുണ്ട്, അതെ ഞാൻ അങ്ങനെയൊന്നും പൈസയൊന്നും മോഷ്ടിച്ചിട്ടൊന്നുമില്ല, ഞാൻ ആരുടെയും 1 രൂപ പോലും ഇതുവരെ മോഷ്ടിച്ചിട്ടില്ല, എന്നെയാണ് നാട്ടുകാർ പറ്റിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ പറയുക. എത്ര പറഞ്ഞിട്ടും ആരും അങ്ങേരെ വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല കേട്ടോ. അപ്പൊ നമ്മുടെ വീണമോൾക്ക് വലിയ വിഷമമൊക്കെ ആയി. ഇത്രയും കാലം തന്റെ അച്ഛൻ ഒരു കള്ളുകുടിയനാണ് എന്നാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ തന്റെ അച്ഛന് കള്ളൻ എന്നൊരു പേരും കൂടി കിട്ടിയിരിക്കുന്നു. അതിന്റെ സങ്കടത്തിലാണ് വീണ ഉള്ളത്. അപ്പം സങ്കടമൊക്കെ പോയി നമ്മുടെ ഉണ്ണിമോളുടെ അടുത്ത് പറയുമ്പോ ഉണ്ണി പറയുന്നുണ്ട്, വീണമോളെ നീ ഒരിക്കലും വിഷമിക്കൊന്നും വേണ്ട, എന്തായാലും കാര്യങ്ങളെല്ലാം നമുക്ക് ഗിരിദേവനോട് സംസാരിക്കാന്ന് പറയാണ്. അപ്പൊ ഗിരിദേവൻ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീണയുടെ അച്ഛന് നീതി കിട്ടും എന്നുള്ള നല്ല വിശ്വാസം നമ്മുടെ ഉണ്ണിമോൾക്കുണ്ട്. അങ്ങനെ കുട്ടികൾ പോയി ഗിരിദേവനോട് കാര്യങ്ങൾ പറയാണ്. ഗിരിദേവനോട് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ വീണയുടെ അച്ഛനല്ല തെറ്റുകാരൻ എന്നുള്ളത് ഭഗവാൻ അറിയാവുന്ന കാര്യം തന്നെയാണ്. ശരിക്കും ആ വീട്ടിലൊരു പ്രതിയുണ്ട്. പ്രതി എന്ന് പറഞ്ഞാല് നമ്മുടെ അമ്മാവന്റെ ആ ഒരു പുന്നാര മോനുണ്ടായിരുന്നല്ലോ, ഇടയ്ക്കൊന്നൊരു ഗസ്റ്റ് ആയിട്ട് വന്നു പോയവൻ. അവന് നമ്മുടെ അനുവിനെ ചെറിയൊരു നോട്ടവും ഉണ്ടായിരുന്നു. അപ്പൊ അവൻ തന്നെയാണ് കള്ളൻ. എന്തായാലും ആ ഒരു പൈസ മോഷ്ടിച്ചത് ഇവൻ തന്നെയാണ് എന്നുള്ള കാര്യം അയ്യപ്പസ്വാമിക്ക് അറിയാം. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കിനോ പോലീസുകാർ വന്ന് ക്വസ്റ്റ്യൻ ചെയ്യാണ്. പുള്ളിക്കാരനെ തൂക്കി എടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു സമയത്ത് വീണമോള് വിങ്ങി പൊട്ടി കരയുകയാണ്. അപ്പം ഉടനെ തന്നെ നമ്മുടെ ഗിരിദേവൻ ചെന്നിട്ട് പറയുന്നുണ്ട്, ഈ കാശ് മോഷ്ടിച്ചത് ആരാണ് എന്നുള്ള കാര്യം എന്തായാലും നാളെ രാവിലെ ഇത്ര മണിക്കുള്ളിൽ ഞാൻ തെളിയിച്ചിരിക്കും എന്നുള്ള കാര്യം പറയുക. അപ്പൊ ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ അനുവിന്റെ അച്ഛന് വലിയ വിഷമമായി കേട്ടോ. തന്റെ മകളുടെ കല്യാണം വളരെ ഗംഭീരമാക്കി നടത്താനായിട്ട് വെച്ചിരുന്ന പണമാണ്. ഇപ്പം ഇനി നാട്ടുകാരോടും അതുപോലെ തന്നെ ചെറുക്കൻ കൂട്ടരോടും ഒക്കെ എന്ത് സമാധാനം പറയുമെന്നറിയാതെ ആ അച്ഛൻ നിന്ന് വിങ്ങി പൊട്ടുകയാണ്. അപ്പോഴും ഉണ്ണിമോളും അതുപോലെ തന്നെ നമ്മുടെ ഗിരിദേവനും ഒക്കെയാണ് വീണയുടെ അച്ഛനെ രക്ഷിക്കുന്ന കാര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ കുറച്ച് ആൾക്കാർ വന്നിട്ട് അനുവിന്റെ അച്ഛനെ ചോദ്യം ചെയ്യാണ്. അതെ എന്തായാലും നാളെ ഇത്ര മണിക്കുള്ളിൽ ഞങ്ങൾക്ക് പണം കിട്ടിയിരിക്കണം, ഇല്ലാത്ത പക്ഷം കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകില്ല എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അപ്പൊ നമ്മുടെ ഗിരിദേവനാണെങ്കിലും ഗിരിദേവൻ നേരെ ചെന്നിട്ട് അവരോടൊരു കാര്യം പറയുക. അതും ഇംഗ്ലീഷിലാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ പറയുമ്പോഴത്തേക്കിനും അറിയാലോ, നമ്മുടെ ആ ഒരു ചന്തുക്കുട്ടനിട്ടുള്ള 1ാം തരം ഒരു കൊട്ടാണ് ഗിരിദേവൻ കൊടുക്കുന്നത്. അപ്പം ഇംഗ്ലീഷിലെ കാര്യങ്ങളൊക്കെ പറയാണ്. എന്തായാലും ടുമാറോ ഇന്ന ടൈം ഞങ്ങൾ ഈ ഒരു ക്യാഷ് എത്തിച്ചോളാം എന്നുള്ള കാര്യം ഇംഗ്ലീഷിൽ പറയുമ്പോഴത്തേക്കിനും ചന്തു ആണെങ്കിലും ഇവനും ഈ ഉണ്ണിമോളും ഒക്കെ ലോക്കൽ സ്കൂളിലാണല്ലോ പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ എപ്പിസോഡിൽ കുട്ടികളെല്ലാരും കൂടി ചേർന്ന് നമ്മുടെ ഉണ്ണിമോളെയും ഗിരിദേവനെയും വാവയും ഒക്കെ ഇതുങ്ങൾ വേറെ ലോക്കൽ പീപ്പിൾസ് ആണെന്നും പറഞ്ഞ് കളിയാക്കിയിരുന്നു. അപ്പം അതിന്റെ ആ ഒരു കേട് ചന്തുവിനുണ്ട്. ചന്തുവിനുള്ള ആ ഒരു കേട് കറക്റ്റായിട്ട് തന്നെ ഗിരിദേവൻ അങ്ങ് കൊടുത്തു തീർക്കുകയാണ്. ഗിരിദേവന്റെ ഇംഗ്ലീഷ് കണ്ടത് നമ്മുടെ ഉണ്ണിമോള് വാ പൊളിക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു. വാവയാണെങ്കിലോ
ചന്തു കണ്ടില്ലേ, ലോക്കൽ സ്കൂളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ ഗിരിദേവൻ പറയുന്ന ഇംഗ്ലീഷ് നീ കേട്ടില്ലേ, നിന്റെ സ്കൂളിൽ ഇതൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെയുള്ള രസകരമായിട്ടുള്ള ആ ഒരു നിമിഷങ്ങളാണ്. എന്തായാലും അനുവിൻ്റെ അച്ഛൻ്റെ അടുത്ത് ഗിരിദേവൻ ചെന്നിട്ട് പറയുന്നുണ്ട്, ഒരിക്കലും അച്ഛൻ്റെ മോളുടെ വിവാഹം മുടങ്ങില്ല എന്നുള്ളൊരു വാക്ക്. ഗിരിദേവൻ അങ്ങനെ ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, എന്തായാലും വിവാഹം നല്ല മംഗളമായി തന്നെ നടക്കുകയൊക്കെ ചെയ്യും. അപ്പം അച്ഛനും അതുപോലെ തന്നെ അമ്മയും കൂടി ചെയ്ത ആ ഒരു ചെറിയ തെറ്റ്, അത് മാത്രമാണ് ഇപ്പോൾ ഒരു വിഷയമാക്കി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുകയൊക്കെ ചെയ്യും. കള്ളൻ ആരാണ് എന്നുള്ള കാര്യം കണ്ടെത്തി ഭഗവാൻ തന്നെ അത് തെളിയിച്ചു കൊടുക്കുമെന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രമോ വിശേഷം വന്നിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും കയറി കാണുക. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്